നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സിൻടാക്സ് ടെസ്റ്റിംഗ് നോക്കുക. ഈഫ് ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പം പിന്നെ 2 ബ്ലോക്ക് ഉണ്ടാവും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ബ്ലോക്ക് ഉണ്ടാവും. എൽസ് ഉണ്ടാവും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബ്ലോക്ക് ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ എഴുതാം. പല രീതിയിലൊക്കെ ഇങ്ങനെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ജസ്റ്റ് കാര്യം വായിച്ചിടക്ക് മനസ്സിലായാൽ മതി. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇത് ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ആകും. അപ്പൊ നിങ്ങൾ സിൻടാക്സ് എങ്ങനെയാണ് എഴുതുന്നത് അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്നുള്ളത്. ഇങ്ങനെ നിങ്ങൾ എക്സാമിന് എഴുതണമെന്നുണ്ടെങ്കിൽ, സിൻടാക്സ് എഴുതണമെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ വരുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിലെ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ആവുന്നുള്ള ജസ്റ്റ് അങ്ങ് ഡിഫോൾട്ട് എഴുതുക. പിന്നെ സിൻടാക്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന്റെ കുറച്ച് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷന് മുമ്പ് ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും, കണ്ടീഷൻ കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും. ആ ബ്രാക്കറ്റ് എഴുതാൻ വിട്ടുപോകരുത്. അതാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ് എറർ വരാൻ ചാൻസ് ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു റൂൾ എന്നുള്ളത്. ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂള് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതി കാണിക്കുക. അത് വിട്ടുപോകരുത്. പിന്നെ അതേപോലെ ഈ ഫ്ലോ ചാർട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടീഷൻ എഴുതുക. ഫോൾസ് ആണെങ്കിൽ അത് അടുത്ത എഴുതി സിൻടാക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡയഗ്രാം വരക്കണമെന്നുണ്ടെങ്കിൽ ഈ എൽസ് കോഡ് എന്ന് വേണമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് കാണിച്ചാലും മതി. കണ്ടീഷൻ പറയുക. ഈ കോഡിന് പകരം സ്റ്റേറ്റ്മെന്റ് 1 എന്ന് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന രീതി കാണിക്കുക. ഇത് റെക്ടാങ്കിൾ ഉള്ളത് എനിക്ക് ഇഷ്ടമുള്ള രീതി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. പക്ഷെ വർക്കിംഗ് അനുസരിച്ചുള്ള രീതിയിലുള്ള ഡയഗ്രാം ആയിരിക്കും കാണിക്കേണ്ടത്. ഈ ഫെൽസിൽ മെയിനായിട്ട് കാണിക്കേണ്ട കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 സ്ഥലത്തോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് അതിലേതെങ്കിലും ഒന്നായിരിക്കും ചെയ്യണത്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഒരിടത്ത് നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ടാവും. അതിനനുസരിച്ചുള്ള ഒരു ഡയഗ്രാം കാണിക്കും. എന്തെങ്കിലും ഡയഗ്രത്തിക്ക് ഒരു ഈ ഫ്ലോ ചാർട്ട് വരക്കാൻ വിട്ടാൽ കുഴപ്പമൊന്നും. സാധാരണ ഞാൻ മാർക്ക് കുറക്കാറില്ല. അല്ലെങ്കിൽ ചിലവർ ഫ്ലോ ചാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. വാല്യൂ ചെയ്യണ ആളെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ വീണ്ടും ഒരു എക്സാമ്പിൾ കാണിക്കുക. ഈഫ് ബ്രാക്കറ്റൊക്കെ എഴുതുക, കണ്ടീഷൻ കൊടുക്കുക, എൽസിൻ്റെ അവിടെ അതിന് മുമ്പുള്ള കേസിലും എന്തെങ്കിലും പ്രിന്റ് ചെയ്യാൻ പറയുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ മാർക്സിൻ്റെ വാല്യൂ 50 ആണ്. 50 ഗ്രേറ്റർ ദാൻ 65 എന്നുള്ളത് ഫോൾസ് ആയി. അതിന് ഒരു ഔട്ട്പുട്ടിൽ സെക്കൻഡ് ഡിവിഷൻ എന്നുള്ള വരുള്ളൂ. പിന്നെ ഔട്ട്പുട്ട് സെക്കൻഡ് ഡിവിഷൻ ആയിരിക്കും എന്നുള്ള കാര്യം മാത്രമേ എഴുതാം. ഇനി പ്രോഗ്രാം വീണ്ടും നിങ്ങളെ എഴുതിയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എഴുതുകയാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ മിക്കവാറും ചിലപ്പോൾ ടൈം കിട്ടാൻ ചാൻസ് ഇല്ല. എക്സ്പ്ലെയിൻ ചെയ്യണം നല്ലതാണ്. അത് നിങ്ങളുടെ സ്പീഡ് അനുസരിച്ചും എക്സാമിൻ്റെ ടൈം എത്രത്തോളം ബാക്കിയുള്ള അനുസരിച്ച് എഴുതുക. പക്ഷെ ഇങ്ങനെ ഒരു കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഫൈനൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ഡിവിഷൻ എന്നായിക്കോളൂ എന്നുള്ള കാര്യം താഴെ എഴുതിയിട്ടുണ്ടാവണം. ശരിക്കും റൺ ചെയ്യുമ്പോഴുള്ള സ്ക്രീനാണ് കാണിച്ചത്. റൺ ചെയ്യുമ്പോഴുള്ള സ്ക്രീനിൽ എക്സാമിന് എഴുതണ്ട. എക്സാമിന് ഇവിടെ ഈ സെക്കൻഡ് ഡിവിഷൻ വന്നിട്ടുള്ള മാത്രം അങ്ങോട്ട് കാണിക്കുക. റൺ ചെയ്യണൊക്കെ തേർഡ് മോഡ്യൂൾ തുടങ്ങി റൺ ചെയ്തൊക്കെ കാണിച്ചു തരാം. പിന്നെ ഈഫ് എൽസ്, ഈഫ് ലാഡർ അല്ലെങ്കിൽ ഈഫ് ലാഡർ എന്ന് പറയാറുണ്ട്. ഈഫ് ലാഡർ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അതായത് ഈഫ് ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ആ കണ്ടീഷൻ 1 എന്ന് വിചാരിക്കുക. ഈ കണ്ടീഷൻ 1 ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പറഞ്ഞ കാര്യം എക്സിക്യൂട്ട് ചെയ്യും.
കണ്ടീഷൻ 1 ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും എൽസിൽ വരും. നേരത്തെ പറഞ്ഞാൽ എൽസിൽ വന്നിട്ട് പക്ഷെ അവിടെ വീണ്ടും ഒരു ഈഫ് ഉണ്ടാവും. അത് ചിലപ്പോൾ വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, കണ്ടീഷൻ ട്രൂ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ 2വിന്റെ ബ്ലോക്കിൽ പറഞ്ഞ കാര്യം എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ 2 ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും എൽസിൽ വരും. കണ്ടീഷൻ 3 പറഞ്ഞ കാര്യം ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അടുത്ത അങ്ങനെ നോക്കി നോക്കി പോകും. ഇതിന്റെ ഒരു ഈ ലാഡറിന്റെ ഒരു ഡയഗ്രം പോലെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ടാകും. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകും. ആ കണ്ടീഷൻ ഫോൾസ് ആണെന്ന് വിചാരിക്കുക, വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വേറെ എന്തോ ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകും. സെക്കൻഡ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ചിലപ്പോൾ വീണ്ടും വേറെ കണ്ടീഷൻ ഉണ്ടാകും. അത് നോക്കും, ട്രൂ ആണോ ഫോൾസ് ആണോ അതനുസരിച്ച് ചെയ്ത് പോകും. അത് നിങ്ങളുടെ ഗ്രേഡ് പ്രിന്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനൊക്കെയാണെന്ന് വിചാരിക്കാം, പ്രോഗ്രാം ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് മാർക്ക് എന്നുള്ള വേരിയബിളിൽ സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് അല്ലെങ്കിൽ സബ്ജക്ട് മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ചെക്ക് ചെയ്തേക്കുന്നത് ഫസ്റ്റ് കേസിൽ ഈഫ് മാർക്സ് ലെസ് ദാൻ 15 കൊടുത്തിട്ടുണ്ട്. മാർക്ക് ലെസ് ദാൻ 50 ആണെന്നുണ്ടെങ്കിൽ മാർക്സിന്റെ പെർസെൻറ്റേജ് ആണെന്ന് വിചാരിക്കാം. മാർക്ക് പെർസെൻറ്റേജ് ലെസ് ദാൻ 50 ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ഫെയിലായി, ഫെയിലെന്നും പറഞ്ഞ് പ്രിന്റ് ചെയ്യും. പക്ഷെ മാർക്ക് ലെസ് ദാൻ 50 അല്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ ഫസ്റ്റ് സി ഗ്രേഡ് ആയിരിക്കാം, എ ഗ്രേഡ് ആയിരിക്കും, ബി ഗ്രേഡ് ആയിരിക്കാം. അത് നമുക്ക് ഉറപ്പില്ല, വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ചെക്ക് ചെയ്യണത് 50ക്കും 60ക്കും ഇടക്കാണെന്ന് ചെക്ക് ചെയ്യും. അത് മാർക്സ് 15നേക്കാളും ഗ്രേറ്റർ ആണെന്ന് ചെക്ക് ചെയ്യും. ആൻഡ് ലോജിക്കൽ ആൻഡ് മാർക്സ് ലെസ് ദാൻ 60 ആണെന്ന് നോക്കും. മാർക്സ് 15നേക്കാളും ഗ്രേറ്റർ, മാർക്സ് ലെസ്സിനേക്കാളും 60 ആണെന്നുണ്ടെങ്കിൽ രണ്ട് ട്രൂ ആയിട്ട് വരുമ്പോൾ സ്ക്രീനിൽ ഡി ഗ്രേഡ് എന്ന് പ്രിന്റ് ചെയ്യും. മാർക്സ് എബോവ് 60 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഡി ഗ്രേഡ് എന്നുള്ള സ്ക്രീനിൽ ഒന്നും ഉണ്ടാവില്ല. വീണ്ടും എൻ്റെ എൽസ് പാർട്ടിൽ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യണം. മാർക്സ് 60ക്ക് 70ക്ക് ബിറ്റ്വീൻ ആണെന്ന് നോക്കുക. ആണ് സി ഗ്രേഡ് എന്ന് നിർണ്ണയിക്കുക. ചില സ്റ്റുഡൻസ് 70 ആകുമായിരിക്കും. അപ്പോൾ സി ഗ്രേഡ് എന്നുള്ള സ്ക്രീനിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഈഫ് എൽസിനുള്ളിൽ വീണ്ടും ഈഫ് കൊടുക്കുക. അങ്ങനെ ഓരോ കണ്ടീഷൻസ് കൊടുത്തു പോവുക. നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഈഫിന്റെ ബോഡിയുടെ ഉള്ളിൽ വീണ്ടും ഈഫ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്ത് ഈഫ് ഒരു ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കുന്നത്, ഈഫ് കണ്ടീഷൻ 1 ഇതൊരു കണ്ടീഷൻ കൊടുത്ത്, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്കിനുള്ളിൽ വരും. കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു എൽസ് പാർട്ടിലോട്ട് വരും. അപ്പൊ ഈ കണ്ടീഷൻ 1 ട്രൂ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തോ കാര്യം ചെയ്യാനുണ്ട്. പക്ഷെ ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കണ്ടീഷനും കൂടി, ഒരു കണ്ടീഷൻ 2 കൂടി ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ അത് ആ ഈഫിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കും. ഈ കണ്ടീഷൻ 1 ട്രൂ ആയി, ഇവിടെ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് ചിലപ്പോൾ ഒരു ഐയുടെ വാല്യൂ എന്തോ 3 ആക്കി മാറ്റിയെന്ന് വിചാരിക്കാം. പിന്നെ എന്തോ ചെയ്യാനുണ്ട്. പക്ഷെ ആ ചെയ്യണതിന് മുമ്പ് ഒരു കണ്ടീഷൻ 2 എന്നുള്ള ട്രൂ ആണോ ഫോൾസ് ആണെന്ന് നോക്കണം. അപ്പോൾ കണ്ടീഷൻ 2 ട്രൂ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതൊരു എക്സിന്റെ വാല്യൂ 3 ആക്കി മാറ്റാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ എക്സിന്റെ വാല്യൂ
3 ആകണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ 1ഉം ട്രൂ ആയിരിക്കണം, കണ്ടീഷൻ 2ഉം ട്രൂ ആയിരിക്കണം. അത് രണ്ടും ട്രൂ ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 3 ആയിട്ട് മാറുള്ളൂ. അത് എൽസിന്റെ ഉള്ളിൽ വീണ്ടും ഈഫ് യൂസ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 4 ആക്കി വിചാരിക്കാം. ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈഫിലെ കണ്ടീഷൻ ഫോൾസും ആയിരിക്കണം, ഈ എൽസിനുള്ളിലെ കണ്ടീഷൻ 2 എന്നുള്ളത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 4 ആയിട്ട് മാറും. എക്സാമ്പിൾ ഡയഗ്രം വരയ്ക്കുക. ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഏജിന്റെ വാല്യൂ 25, വെയിറ്റിന്റെ വാല്യൂ 70. ഇപ്പൊ ഇതൊരു കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഏജ് 18ഉം വെയിറ്റ് 15നേക്കാളും എബോ ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കത് ചെയ്യാനുള്ള കോഡ് പല രീതിയിൽ എഴുതാം. ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ഏജിന്റെ വാല്യൂ 18നേക്കാൾ എബോ ആണെന്ന് നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയി. അപ്പൊ അതിന്റെ ബോഡിയുടെ ഉള്ളിൽ വീണ്ടും വെയിറ്റിന്റെ വാല്യൂ എബോ 50 ആണെന്ന് നോക്കുക. എന്താണ് ചെയ്യേണ്ടതെന്ന് അതിനുള്ള കമന്റ് ഇപ്പൊ യു ആർ എലിജിബിൾ എന്നുള്ള സ്ക്രീനിൽ വരും. പർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ഏജും വെയിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഏജ് 18 എബോ വെയിറ്റ് 50 എബോ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആ സ്റ്റുഡന്റ് എന്താ കാര്യത്തിന് എലിജിബിൾ ആവുന്നുള്ളൂ. ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനത്തെ സാധനം ചെയ്യണ പോലെ ആൻഡ് വെയിറ്റ് 50 അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഈഫിന്റെ ബോഡിയുടെ ഉള്ളിൽ ഈ ഫസ്റ്റ് ഈഫിന്റെ ബോഡി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട്. ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചില കമന്റ്സ് ഒക്കെ ഉണ്ടാവും എന്ന് അറിയാം. അപ്പൊ ഫസ്റ്റ് ഈഫിന്റെ ബോഡി ഇത്രയാണുള്ളത്. ആ ഈഫിന്റെ ബോഡിയുടെ ഉള്ളിൽ വേറൊരു ഈഫും കൂടി ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെസ്റ്റഡ് എന്ന് പറയുന്നതാണ്. ഒരു ഒരെണ്ണത്തിന്റെ ഉള്ളിൽ വേറെ ഒരെണ്ണം കൂടി വരും. അതിനെ നെസ്റ്റഡ് ഈഫ് എന്ന് പറയും. ചിലപ്പോൾ ഈ സെക്കൻഡ് ഈഫിന്റെ ഉള്ളിൽ വേറെ ഈഫ് കൂടി വരാം. മാർക്കും കൂടി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടുന്നതാണ് 90 ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി ചെയ്യാൻ പറയാം. ഈ ഈഫ് എന്നുള്ളത് ഈഫ് കമാൻഡ് വേറെ ഈഫിന്റെ ബോഡിയുടെ ഉള്ളിലാണുള്ളത്. ഇത് നെസ്റ്റഡ് ഈഫാണ്. ഈഫ് ലാഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈഫ് കഴിഞ്ഞിട്ട് വേറെ ഈഫ് എഴുതി വെക്കണതിനാണ്. ഞാനിപ്പോ ഈഫ് ലാഡർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് നോട്ട് ചെയ്താൽ ഇതിപ്പോ ഈ ലാഡർ എന്നുള്ളതായിരുന്നു. കാരണം ഈ ഈഫ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിക്കും കഴിഞ്ഞു. ആ ഈഫ് കഴിയുമ്പോഴേക്കും അടുത്ത ഈഫ് വന്നു. അടുത്ത ഈഫ് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ ഈഫ് വന്നിരുന്നത്. അങ്ങനെ ഒരു ഈഫ് കഴിഞ്ഞിട്ട് അടുത്ത ഈഫ് വന്ന രീതിയിൽ ഒരു സ്റ്റെപ്പായിട്ട് വന്ന രീതിയിൽ ലാഡർ എന്ന് പറയുന്നത്. നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ഈഫ് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഈഫ് ശരിക്കും ഈ എൻഡിലാണ് കഴിയുന്നത്. ആ ഈഫിന്റെ ബോഡിയുടെ ഉള്ളിൽ തന്നെ അടുത്ത ഈഫ് വന്നു. ആ സെക്കൻഡ് ഈഫ് കഴിയണതിന് ബോഡി കഴിയുന്നതിന് മുമ്പ് തന്നെ ആ സെക്കൻഡ് ഈഫിന്റെ ബോഡിയുടെ ഉള്ളിൽ വേറൊരു ഈഫ് വന്നു. നെസ്റ്റഡ് ഈഫ് എന്ന് പറയും. പിന്നെ ട്രൈ ബ്ലോക്ക് ഉണ്ട്. അത് വേറെ മോഡിൽ ഡീറ്റായിട്ട് വരുന്നുണ്ട്. അത് പിന്നീട് പഠിക്കാം. ഇപ്പൊ പഠിപ്പിച്ച മനസ്സിലാവില്ല. ഒരു ഡീറ്റായിട്ട് പഠിക്കാനുള്ളതാണ്. പിന്നെയുള്ള ലൂപ്പ്. ലൂപ്പ് തന്നെ സിൻടാക്സ് പഠിക്കും. ലൂപ്പ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഫോർ ലൂപ്പ് തന്നെ 2 ടൈപ്പ് ഉണ്ട്.
തൽക്കാലം സിമ്പിൾ ആയിട്ടുള്ള ലൂപ്പ് മാത്രം പഠിക്കുക. പിന്നീട് പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ വലിയ വലിയ ലൂപ്സ് ഒക്കെ പറഞ്ഞുതരാം. ഫോർ ലൂപ്പിന്റെ റൂൾ അനുസരിച്ച് നിങ്ങൾ സി പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 2 സെമിക്കോളൻ ഉണ്ടാവും. ഈ 2 സെമിക്കോളൻ വേണമെന്നുള്ളത് കമ്പൽസറി ആണ്. ഫസ്റ്റ് സെമിക്കോളിന് മുമ്പ് എന്തെങ്കിലും ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും വേരിയബിളിന്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് സെമിക്കോളന്റെ തൊട്ട് മുമ്പായിട്ട് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് സെമിക്കോളൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇൻക്രിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഫോർ ലൂപ്പിന്റെ ബോഡി ഉണ്ടാവും. ഇതിന്റെ ഒരു കൊച്ചാട്ടം പോലെ വരക്കണമെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പിനുള്ളിൽ കയറുമ്പോൾ ആദ്യം തന്നെ എന്തൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് സെമിക്കോളിന് മുമ്പുള്ള കാര്യമാണ് ഇവർ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമിക്കോളിന് മുമ്പുള്ള കാര്യം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ സെമിക്കോളൻ കഴിഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണെന്ന് ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പ് കഴിഞ്ഞ് ലൂപ്പിന് പുറത്തോട്ട് പോകും. ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ലൂപ്പിന്റെ ബോഡി ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഫോർ ലൂപ്പിന്റെ സെക്കൻഡ് സെമിക്കോളൻ കഴിഞ്ഞിട്ടുള്ള ഇൻക്രിമെന്റ് ആണോ ഡിക്രിമെന്റ് ആണോ എന്നുള്ള കാര്യം ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കണ്ടീഷനിലോട്ട് വരും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണോ ഫോൾസ് ആണെന്ന് നോക്കും. വീണ്ടും ബോഡി എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് വരും. ഇതൊരു പ്രോഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്നിന്റെ വാല്യൂ അത് 2 ആക്കി വെച്ചു. ഈ പ്രോഗ്രാം ചെയ്തതെന്ന് വെച്ചാൽ 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സ്ക്രീനിൽ വന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഐയുടെ വാല്യൂ 1 തുടങ്ങി 10 വരെ വേരി ചെയ്യുന്നുണ്ട്. ഐയുടെ വാല്യൂ 1 ആയി. 1 ലെസ് ദാൻ or equal to 10 എന്നുള്ള ട്രൂ ആയി. അപ്പൊ ഈ ബോഡിയിൽ വരും. ഇവിടെ പറഞ്ഞേക്കണെന്ന് വെച്ചാല് എന്നിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. എന്നിന്റെ വാല്യൂ സ്ക്രീനിൽ 2 വരും. ഇവിടെ ഒരു പ്ലസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിലോട്ട് നിങ്ങൾ പ്രിന്റ് ചെയ്യിക്കുമ്പോൾ പ്ലസ് കൊടുത്തിട്ടുണ്ട്. അതിന് മീനിങ് എന്ന് വെച്ചാൽ പ്ലസ് എല്ലാം ചെയ്യുന്നത് കോമയാണ്. നിങ്ങൾ സിയിൽ കോമ കൊടുക്കുന്നതിന് ഓരോന്ന് പ്ലസ് കൊടുത്തതാണ്. എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമയാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റാർ പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞു. സ്റ്റാർ സ്ക്രീനിൽ വരും. വീണ്ടും പ്ലസ് ശരിക്കും കോമയാണ് അത്. പിന്നെ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞു. ഐയുടെ വാല്യൂ 1 ആണ്. പ്രിന്റ് ചെയ്യിപ്പിച്ച് ഡബിൾ കോട്സിനുള്ളിൽ ഈക്വറ്റ് പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞ് ഈക്വറ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ച് വീണ്ടും പ്ലസ് കോമയാണ്. n into i അതായത് 2 into 1 2 പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞു. വീണ്ടും ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 2 ആകും. വീണ്ടും എന്നിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യിക്കാൻ 2 പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞു. സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഐയുടെ വാല്യൂ 2 പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞു. 2 into 2 4 പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞു. വീണ്ടും 2 സ്റ്റാർ 3 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് അത് അറിയണ്ട. അത് അടുത്ത മോഡ്യൂളിൽ പ്രോഗ്രാം ഒക്കെ എടുത്തു തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ആ ഫോർ ലൂപ്പിന് വർക്കിംഗ് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇവിടെ കുറച്ച് ഈ ബ്രാക്കറ്റിനുള്ളിൽ കുറേ സ്ട്രിങ്സ് ഇതെല്ലാം കൂടി മെർജ് ചെയ്തൊക്കെ ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞ് ടൈം കളയുന്നില്ല. അത് അടുത്ത മോഡ്യൂൾ പഠിപ്പിച്ചു തരാം. അങ്ങനെയുള്ള ഇങ്ങനെ ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനിഷ്യലൈസേഷൻ ആദ്യം ചെയ്യും.
കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെന്ന് നോക്കും. ട്രൂ ആണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, തിരിച്ചു വരും, ഇവിടെ പറഞ്ഞ് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യും. പിന്നെ ബോഡിയിലോട്ട് പോകുന്നതിന് മുമ്പ് വീണ്ടും ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വരും, വീണ്ടും തിരിച്ച് ഇൻക്രിമെന്റിൽ പോകും, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ ഇനിഷ്യലൈസേഷൻ ഉള്ളത് ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുള്ളൂ. കണ്ടീഷൻ ഇൻക്രിമെന്റും റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നെസ്റ്റഡ് ഇഫ് ഉണ്ട്, നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഉണ്ട്. അത് പിന്നീട് പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ ഇതിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ ഈ നെസ്റ്റഡ് ഇഫ് ഇതിലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പിന്നീട് പഠിപ്പിച്ചു തരാം. കാരണം അതെല്ലാം കൂടി വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചടിച്ച് പോയിട്ട് പാടുള്ള പിന്നീട് പഠിക്കണമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ആദ്യം തന്നെ പാടുള്ള പഠിച്ചു വരുമ്പോഴേക്കും മൊത്തം കൺഫ്യൂഷൻ ആവും, അല്ലെങ്കിൽ സബ്ജക്റ്റ് ടഫാണെന്നൊക്കെ തോന്നും. സീല പോലെ തന്നെയാണ് ഇവിടെ 2 ഫോർ ലൂപ്പ് വരുമ്പോൾ ഇവിടെ ജാവയിലും വർക്ക് ചെയ്യണത്. പിന്നീട് എക്സാമ്പിൾസ് പിന്നീട് ചെയ്യിപ്പിച്ചു. പിന്നെ ഫോർ ഈച്ച് ഉണ്ട്, അത് സീലില്ലാത്തതാണ്, അത് വേറെ സെപ്പറേറ്റ് എടുക്കാം. ലേബൽ ഫോർ ലൂപ്പ്, ഞാൻ ഈ പറയുന്ന ഏതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ കിട്ടണമെന്നുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കമാൻഡ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. രണ്ടുമൂന്ന് സ്കിപ്പ് കളഞ്ഞിട്ടുണ്ട്, അതായത് റയറായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. നല്ല മാർക്ക് ഉണ്ടവർ അത് പഠിക്കണം, അത് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ അത്യാവശ്യം എസ്സൊക്കെ നല്ല മാർക്ക് കിട്ടും. ഇവിടെ ഒരു ലേബിൾഡ് ഫോർ ലൂപ്പ് എന്നൊക്കെ ഉണ്ട്. ആ ഫോർ ലൂപ്പിന്റെ ശരിക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്, അതിപ്പോൾ എല്ലാം കൺഫ്യൂഷൻ ആക്കുന്നില്ല. പിന്നീട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കുക പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സബ്ജക്ട് തീർക്കാൻ ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആദ്യം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ടൈം അനുസരിച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. പിന്നെ ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്വിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സ്വിച്ചിന്റെ സിൻടാക്സ് പഠിച്ചിരിക്കുക. സ്വിച്ച് ഇതുപോലെ തന്നെ ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ടീഷൻ തന്നെ ആണെന്നില്ല, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഉണ്ടാവും, എന്തോ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു വാല്യൂ റിട്ടേൺ ആവും, ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് അനുസരിച്ചായിരിക്കും ഏത് സ്റ്റേറ്റ്മെന്റാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യണത്. ആ എക്സ്പ്രഷൻ കാൽക്കുലേഷനാണ് ആ എക്സ്പ്രഷൻ ജനറേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ എക്സ്പ്രഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടണ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും കിട്ടുന്ന റിസൾട്ട് വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. ഈ ബ്രേക്ക് എന്നുള്ളത് സിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് കമ്പൽസറി ഒന്നല്ല, ബ്രേക്ക് വേണമെന്നില്ല. ഞാൻ എക്സാമ്പിൾ കാണിച്ചുതരാം. എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ സ്വിച്ചിൽ ഈ കേസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൽ ഒരു ഡേ എന്നുള്ള ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഡേ എന്നുള്ള വേരിയബിൾ ചിലപ്പോൾ 1 തുടങ്ങി 7 വരെയുള്ള നമ്പേഴ്സൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. ആ ഡേ എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ കൺട്രോള്
കേസ് 1 വരും. കേസ് 1 പറഞ്ഞ കാര്യം എക്സിക്യൂട്ട് ചെയ്യും. ഡേ നെയിം എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ ടുഡേയ്സ് മൺഡേ എന്ന് വന്ന് ബ്രേക്ക് കൊടുത്ത്, ബ്രേക്ക് ശരിക്കും കമ്പൽസറി അല്ല, ലോജിക്ക് അനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ബ്രേക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ കേസ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ സ്വിച്ചിന്റെ ബോഡിയുടെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ. സ്വിച്ച് ഇവിടെ കുറച്ചുകൂടി ഉണ്ടാവും. ഡേ വണ്ണിന്റെ കാര്യം നമ്മളോട് ചെയ്ത് കഴിഞ്ഞ് എല്ലാ സ്വിച്ചിൽ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല, സ്വിച്ചിൽ നിന്ന് പുറത്തോട്ട് പോകാം. അതിനുവേണ്ടി ബ്രേക്ക് കൊടുക്കും. ഇനി ഡേയുടെ വാല്യൂ 2 ആയിരുന്നു വിചാരിക്കാം. ഡേയുടെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ ഈ കേസ് 2 വരും. കേസ് 2 പറഞ്ഞ കാര്യം എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഡേ നെയിം എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ ടുഡേയ്സ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞു ബ്രേക്ക് പറഞ്ഞ് ഈ കേസിൽ നിന്ന് പുറത്തോട്ട് പോകും. അങ്ങനെ 3 ആണെങ്കിൽ മനസ്സിലെന്ന് പറഞ്ഞാൽ ഇനി നമ്മളിവിടെ ബ്രേക്ക് കൊടുത്തില്ല എന്ന് വിചാരിക്കാം. ഇവിടെ ഒന്ന് ബ്രേക്ക് കൊടുത്തില്ലെന്ന് വിചാരിക്കാം. അത് ഡേയുടെ വാല്യൂ 2 ആണെന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡേയുടെ വാല്യൂ 2 ആയിരുന്നു വിചാരിക്കാം. അപ്പൊ സ്വിച്ച് ചെയ്യുമ്പോൾ ഈ കേസിൽ 2 കറസ്പോണ്ടിങ് കേസിലോട്ട് വരും, സെക്കൻഡ് കേസിലോട്ട് വരും. അപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ ഡേ നെയിം എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ ടുഡേ ഈസ് ട്യൂസ്ഡേ എന്ന് അസൈൻ ചെയ്തു. പക്ഷെ നമ്മൾ ബ്രേക്ക് 2 കൊടുത്തിട്ടില്ല. ബ്രേക്ക് 2 കൊടുത്തില്ലെന്ന് വെച്ചാൽ കമ്പൈലേഷൻ എററൊന്നുമില്ല, റൺ ടൈമിൽ എററൊന്നും വരില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ ഈ സ്വിച്ചിന്റെ ഔട്ട് സൈഡിലോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പോൾ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് വരും, ഇവിടെ വരും, ഇനി ഇവിടെ വരും. ആ ഡേ നെയിമിന്റെ വാല്യൂ വീണ്ടും ചേഞ്ച് ആവും. അത് ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ആ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് കിട്ടിയെന്ന് വരില്ല. നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ലോജിക്ക് അനുസരിച്ച് താഴോട്ടുള്ള എല്ലാം വർക്ക് ചെയ്ത് പോകണം എന്നുള്ളതാണ് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബ്രേക്ക് കൊടുക്കണ്ട. പർട്ടിക്കുലർ ആ കേസിലെ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്വിച്ചിന് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാത്രം ബ്രേക്ക് കൊടുക്കുക. അതല്ല ബ്രേക്ക് കമ്പൽസറി അല്ല. ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് എഴുതി നോക്ക്.
ഈ പ്രോഗ്രാമത്തിന്റെ ഔട്ട്പുട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നൗ എന്നുള്ള വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിന് ഞാൻ ഓന്ന് കൊടുക്കണം, ഒരു ലെറ്റർ ഓയാ കൊടുക്കണത്. അങ്ങനെ ലെറ്റർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ സിംഗിൾ കോഴ്സിൻ്റെ ഉള്ളിൽ ജാവ കൊടുക്കുള്ളൂ. സ്വിച്ചിന്റെ ബ്രാക്കറ്റിനുള്ളിൽ ആ വേരിയബിൾ കൊടുത്തത്. ഇതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്യും. പിന്നെയാണെങ്കിൽ ബ്രേക്ക് ഒന്നും കൊടുക്കുന്നില്ലെന്ന് വിചാരിക്കാം. ബ്രേക്ക് കൊടുക്കാത്ത സിറ്റുവേഷനിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് ഡീഫോൾട്ടിൽ പറഞ്ഞ കാര്യം കൂടി പ്രിന്റ് ചെയ്യും. അത് എഴുതിയിട്ടില്ല. ശരിക്കും വോയിസ് വവൽ ഓ കോഡ്സും കൂടി വരും. ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും. ഈ എല്ലാവരും സിംഗിൾ കോഡ്സ് കിട്ടുന്നുണ്ട്, അതും കൂടെ ഔട്ട്പുട്ടിൽ വരും. വോയിസ് ഇതാക്കി ഔട്ട്പുട്ടിൽ വരുന്നത്. ഫസ്റ്റ് ഔട്ട്പുട്ട് ഇങ്ങനെയൊക്കെ അത് ഈ ഡബിൾ കോഡ്സിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ വരും. ഡബിൾ കോഡ്സിന് സ്റ്റാർട്ടിങ്ങിൽ ഞാനിവിടെ ഒരു കോഡ്സും കൂടി പറയുന്നുണ്ട്, സിംഗിൾ കോഡ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഔട്ട്പുട്ടിലോട്ട് കൊണ്ടുവരും. അതൊക്കെ തിരിക്കാൻ കുഴപ്പമില്ല, ഡീറ്റെയിൽ പഠിക്കാനുള്ളതാണ്. ലോജിക്കറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ ബ്രേക്ക് ഒന്നും കൊടുത്തിട്ടില്ലാത്ത വോയിസ് വവൽ എന്നുള്ള സ്ക്രീൻ വന്നു, യൂസ് വവൽ എന്നുള്ള സ്ക്രീൻ വരുന്നു, ഇറ്റ് ഈസ് കൺസോണന്റ് എന്നുള്ളതും കൂടി സ്ക്രീനിൽ വരും. ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകും, അതൊന്നും നോക്കൂല. ബ്രേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകുള്ളൂ. ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് മൂന്നും വരുന്നുണ്ട്. ഓ വവലാണ്, യു വവലാണ്, ഇറ്റ് ഈസ് കൺസോണന്റ് ആണ്. അതെല്ലാം ഔട്ട്പുട്ടിലോട്ട് വരും. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ ഡീഫോൾട്ടിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയി. അതെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ചിൽ പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ ഈ ഒരു കേസുമായിട്ട് മാച്ച് ആവുന്നില്ല. ഇപ്പൊ കുറെ കേസ് കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേസ് എ, കേസ് സി, കേസ് ഐ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഡിപ്പെൻഡ് ആയിട്ട് മാച്ചായിട്ട് വരുന്നില്ലെങ്കിൽ ഡീഫോൾട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഈ ഐ ഓയും യു അല്ലെങ്കിൽ ഒരു കൺസണന്റ് ആണ്. ആ കൺസണന്റ് എന്നുള്ളത് നൗവിന്റെ വാല്യൂ ഒരു ജി ആകെ എന്നാണെന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് കൺസണന്റ് മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഒക്കെ
ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. കുറച്ചും കൂടി